ടിങ്കർ ചാംപ്സിൽ നിന്നുള്ള ചേഞ്ച് മേക്കിംഗ് സീരീസിലേക്ക് സ്വാഗതം. പരസ്പരം താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ സഹ-എരിയൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യത്തിലാണ് അവർ. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭത്വം, ചേഞ്ച് മേക്കിംഗ് എന്നിവയുൾപ്പെടെ നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംപ്സ് അവതരിപ്പിക്കുന്നു. 10 ഭാഗങ്ങളുള്ള ഈ വീഡിയോ പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങളും നിങ്ങൾക്കും എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്ന് മനസ്സിലാക്കാൻ ടിങ്കർ ചാംപ്സ് നിങ്ങളെ സഹായിക്കും. ഓരോ വീഡിയോയും ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്, കൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കുന്നതിനായി ഒരു ചേഞ്ച് മേക്കിംഗ് ചലഞ്ച് ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ ഡൽഹിയിൽ നിന്നുള്ള 9th ക്ലാസ് വിദ്യാർത്ഥിയും ചേഞ്ച് മേക്കറുമായ ടിങ്കർ ചാമ്പ് നിതീഷ് ഗാർഗ് അവതരിപ്പിക്കുന്ന എപ്പിസോഡ് 7 നിന്ന് നമുക്ക് ആരംഭിക്കാം. ഹായ്, ഞാൻ ടിങ്കർ ചാമ്പ് നിതീഷ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊരു പുതിയ ആശയം കണ്ടുപിടിക്കുമ്പോൾ അത് ശരിക്കും ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കുമോ എന്ന്? അതോ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങുന്ന നമ്മൾ അറിയാതെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നൊവേഷന്റെ ആരും അധികം സംസാരിക്കാത്ത പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. എത്തിക്സ് അഥവാ ധാർമ്മികത. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിന് വെറുതെ പുതിയ ആശയങ്ങൾ മാത്രം പോരാ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പുതിയ ആശയങ്ങളാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതല്. പുതിയതായി എന്ത് കണ്ടുപിടിച്ചാലും അത് നല്ലതാണോ, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ആർക്കെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങുന്ന കാര്യങ്ങൾ പോലും ഒരു ദുരന്തമായി മാറാം. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ശരി, അപ്പോൾ ഈ എത്തിക്സ് എന്ന വലിയ വാക്കിനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാം, പ്രിയ എന്ന 2 കുട്ടികളുടെ ഒരു ചെറിയ കഥ കേൾക്കാം. സ്കൂളിൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന കുറച്ചു കൂട്ടുകാർക്ക് വേണ്ടി പണം കണ്ടെത്താൻ 2 പേരും തീരുമാനിച്ചു. സാം എന്തു ചെയ്തു? കൂടുതൽ പണം കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ കുറച്ചൊന്ന് പെരുപ്പിച്ചു പറഞ്ഞു. കിട്ടിയ പണം എന്തു ചെയ്തു എന്നതിനെപ്പറ്റി വലിയ വ്യക്തതയൊന്നും ആർക്കും കൊടുത്തില്ല. പക്ഷെ പ്രിയയോ, അവൾ പ്രശ്നം എന്താണെന്ന് സത്യസന്ധമായി പറഞ്ഞു. പണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി അപ്ഡേറ്റ്സ് കൊടുത്തു. അതിന്റെ നല്ല ഫലം എല്ലാവരെയും കാണുകയും ചെയ്തു. സത്യം പറയൂ, ഇതിൽ ആരുടെ രീതിയാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്? ദീർഘകാലത്തേക്ക് നോക്കിയാൽ ആരെയായിരിക്കും ആളുകൾ കൂടുതൽ വിശ്വസിക്കുക? ആരുടെ കൂടെ നിൽക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? പ്രിയയുടെ വഴിയാണ് ശരിയെന്ന് നമുക്കെല്ലാവർക്കും തോന്നിയില്ലേ? ആ ഒരു തോന്നലുണ്ടല്ലോ, അതാണ് എത്തിക്സ്. അത് വെറുമൊരു ഫീലിംഗ് മാത്രമല്ല, ഒരു വലിയ കെട്ടിടം പോലെയാണ് നിങ്ങളുടെ ഓരോ ഇന്നൊവേഷനും. അതിന്റെ ഭംഗിയുള്ള ഡിസൈനും നിറങ്ങളുമൊക്കെ എല്ലാവരും കാണും. പക്ഷേ ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന കണ്ണിൽ കാണാത്തൊരു അടിത്തറയുണ്ട്. അതാണ് ധാർമ്മികത. ആ അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ നിങ്ങൾ എത്ര മനോഹരമായ കെട്ടിടം പണിതിട്ടും കാര്യമില്ല. ഒരു ചെറിയ കാറ്റിൽ അത് തകർന്നു വീഴും. അപ്പോൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ചിലർക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല. ഇത് നമുക്കെല്ലാവർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പവറാണ്. ഒരു എക്സ്റേ വിഷൻ പോലെയാണിത്. ഏത് പ്രശ്നത്തിനെയും തുളച്ച് അതിൻ്റെ ഉള്ളിലുള്ള ശരിയും തെറ്റും, അതുകൊണ്ട് ആർക്കൊക്കെ ഗുണമുണ്ടാകും, ആർക്കൊക്കെ ദോഷം ചെയ്യും എന്നൊക്കെ കൃത്യമായി കാണാൻ ഈ കഴിവ് നമ്മളെ സഹായിക്കും. ഇതൊരു സ്കില്ലാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ സ്വന്തം എത്തിക്കൽ ടൂൾ കിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഏത് പ്രതിസന്ധിയിലും എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോഴും ശരിയായ വഴി കാണിച്ചു തരാൻ സഹായിക്കുന്ന ചില ടൂൾസ്. നമുക്ക് തുടങ്ങാം. ഈ 5 സ്റ്റെപ്പുകൾ നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1. സ്റ്റേക്ക് ഹോൾഡർമാരെ തിരിച്ചറിയുക. അതായത് നിങ്ങളുടെ ഈ ഐഡിയ ആരുടെയൊക്കെ ജീവിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. നിങ്ങളുടെ യൂസേഴ്സ്, നിങ്ങളുടെ ടീം, സമൂഹം എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുക. 2. ധാർമ്മികമായ ചോദ്യങ്ങൾ കണ്ടെത്തുക. വിദ്യാർത്ഥികളുടെ ഡേറ്റ ശേഖരിക്കുന്നത് ശരിയാണോ എന്നത് ഒരു ടെക്നിക്കൽ ചോദ്യമല്ല, അതൊരു ധാർമ്മിക ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക. 3. ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഈ തീരുമാനം കൊണ്ട് അടുത്ത ഒരാഴ്ച എന്ത് സംഭവിക്കും? 1 വർഷം കഴിഞ്ഞാലോ? 10 വർഷം കഴിഞ്ഞാലോ? നല്ലതും ചീത്തയുമായ എല്ലാ സാധ്യതകളും ആലോചിക്കുക. 4. നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്ന് സ്വയം ചോദിക്കുക. സത്യസന്ധതയാണോ അതോ വേഗതയാണോ നിങ്ങൾക്ക് പ്രധാനം? 5. ഉപദേശം തേടുക. സംശയമുണ്ടെങ്കിൽ ഒരു ടീച്ചറോടോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ സംസാരിക്കുക. ഒറ്റയ്ക്ക് എല്ലാ ഭാരവും തലയിൽ വെക്കരുത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ടൂൾ കിറ്റിന്റെ ഫൗണ്ടേഷൻ ഇടാൻ പോവുകയാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ എത്തിക്കൽ ഫ്രെയിംവർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 തൂണുകളാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന 5 അടിസ്ഥാന തത്വങ്ങൾ. നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടൂൾ സത്യസന്ധതയാണ്. ഇത് വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക. തെറ്റുകൾ മറച്ചുവെക്കുന്നത് ഒരു ചെറിയ പ്രശ്നത്തെ ഒരു വലിയ ദുരന്തമാക്കി മാറ്റും. സത്യസന്ധത ആളുകളിൽ വിശ്വാസമുണ്ടാക്കും. ആ വിശ്വാസമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്.
ആ വിശ്വാസത്തിന് മുകളിൽ നമ്മൾ നീതിയുടെ ചുമരുകൾ പണിയണം. നിങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അത് ലേറ്റസ്റ്റ് ഐഫോൺ ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കരുത്. സാധാരണ ഫോണുള്ളവരെയും നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ കണ്ടുപിടുത്തം കൊണ്ട് ഒരു കൂട്ടർക്ക് ഗുണം ചെയ്യുമ്പോൾ വേറൊരു കൂട്ടർക്ക് അതുകൊണ്ട് ദോഷം വരരുത്. അതാണ് അടുത്തത് സുതാര്യതയാണ്. ഇതൊരു തുറന്നുവെച്ച ജനൽ പോലെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തിനാണത് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിയണം. ഒരു പ്രോജക്റ്റിനായി പണം സമാഹരിക്കുമ്പോൾ ഓരോ രൂപ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നതിന് കൃത്യമായ കണക്ക് വയ്ക്കുക. ഒന്നും ഒളിച്ചുവെക്കാനില്ലാതിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൂടും. നാലാമത്തേത് ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഐഡിയ നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ പ്രത്യാഘാതങ്ങളും നിങ്ങളുടേതാണ്. നിങ്ങളുടെ ആപ്പ് കാരണം ഒരാളുടെ പ്രൈവറ്റ് ഡേറ്റ ലീക്കായാൽ സോറി, അതൊരു ബഗ്ഗായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. അവസാനമായി സുരക്ഷ. ഇത് നമ്മുടെ ടൂൾ കിറ്റിൻ്റെ മേൽക്കൂരയാണ്. നിങ്ങൾ ഒരു ഡ്രോൺ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്ലേഡ് കൊണ്ട് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന് ഉറപ്പാക്കണം. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെ ഡേറ്റ 100% സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. ശാരീരികവും വൈകാരികവും ഡിജിറ്റലുമായ സുരക്ഷ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ റിയൽ ലൈഫിൽ ഇതൊക്കെ വർക്കാകുമോ? തീർച്ചയായും ആകും. യഥാർത്ഥ ലോകത്ത് ധാർമ്മികത എങ്ങനെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ചില വിജയകഥകളും ചില പാളിച്ചകളും നമുക്ക് പഠിക്കാനുണ്ട്. ഡോക്ടർ വർഗീസ് കുര്യനെ നോക്കൂ. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി മാറ്റിയ ധവള വിപ്ലവത്തിന് പിന്നിൽ അദ്ദേഹമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വശം നോക്കാം. ഇലോൺ മസ്കും ടെസ്ലയും ഇലക്ട്രിക് കാർ എന്ന ആശയത്തിൽ ഒരു വിപ്ലവം തന്നെ അവർ കൊണ്ടുവന്നു. അതൊരു ഗംഭീരമായ കാര്യമാണ്. എന്നാൽ അതേസമയം തൊഴിലാളികളുടെ സുരക്ഷ, ഒരുപാട് ദൈർഘ്യമേറിയ ജോലി സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ടെസ്ല വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആശയം എത്ര ഗംഭീരമാണെങ്കിലും അത് നടപ്പിലാക്കുന്ന രീതിയിൽ ധാർമ്മികമായ പിഴവുകൾ വന്നാൽ ആ വിജയത്തിനൊരു മങ്ങലേൽക്കും. ഈ പാഠങ്ങളൊക്കെ നമ്മുടെ സ്വന്തം സ്കൂൾ പ്രോജക്റ്റുകളിലും പ്രസക്തമാണ്. നോക്കൂ, ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ പ്രോജക്റ്റിന് ഒരു മത്സരത്തിൽ സമ്മാനം കിട്ടി. പക്ഷെ അത് ശരിക്കും പ്രവർത്തിച്ചിരുന്നത് എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ വലിയ വേസ്റ്റ് ഇടുമ്പോൾ മാത്രമായിരുന്നു. ആ പരിമിതികളെക്കുറിച്ച് അവർ സത്യസന്ധമായി പറഞ്ഞില്ല. മറ്റൊരു ടീം കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്താൻ ഒരു AI ടൂൾ ഉണ്ടാക്കി. സമയം ലാഭിക്കാൻ അത് സഹായിച്ചു. പക്ഷേ അതിനുവേണ്ടി വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ അവരുടെ അനുവാദമില്ലാതെ ശേഖരിച്ചു വെച്ചു. അത് സ്വകാര്യതയുടെയും സുരക്ഷയുടെയും വലിയൊരു ലംഘനമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു, യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ കണ്ടു. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ ഇന്നൊവേഷൻ യാത്രയിൽ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരൊറ്റ ഉപകരണം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഒരു കോമ്പസ്, നിങ്ങളുടെ എത്തിക്കൽ കോമ്പസ്. ഓരോ തവണ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോഴും ഈ കോമ്പസ് പുറത്തെടുക്കുക. എന്നിട്ട് സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുക. വടക്കോട്ട് നോക്കുക, സഹാനുഭൂതി. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? അവരുടെ ഷൂസിലൊന്ന് കയറി നിന്ന് നോക്കിയാൽ എന്തു തോന്നും? ഇനി കിഴക്കോട്ട്, ഉൾക്കൊള്ളൽ. എൻ്റെ ഈ ഐഡിയ ആരെങ്കിലും പുറത്താക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ? തെക്കോട്ട്, സുതാര്യത. ഇതിൻ്റെ പരിമിതികളെയും അപകട സാധ്യതകളെയും കുറിച്ച് ഞാൻ തുറന്ന് സംസാരിക്കുന്നുണ്ടോ? പടിഞ്ഞാറോട്ട്, ഉത്തരവാദിത്വം. എനിക്കൊരു തെറ്റ് പറ്റിയാൽ അത് സമ്മതിച്ച് തിരുത്താൻ ഞാൻ തയ്യാറാണോ? ഏറ്റവും പ്രധാനമായി നടുവിലേക്ക് നോക്കുക, സുസ്ഥിരത. എൻ്റെ ഈ പ്രവർത്തനം മനുഷ്യർക്കോ ഈ ഭൂമിക്കോ ദോഷം ചെയ്യുമോ? ഈ 5 ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ വഴികാട്ടിയായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ ആശയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ തലച്ചോറിൽ നിന്നായിരിക്കാം വരുന്നത്. എന്നാൽ നിങ്ങളുടെ ധാർമ്മികത വരേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. നിങ്ങളുടെ ആശയങ്ങളിൽ അഭിമാനിക്കണം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ജിജ്ഞാസ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. പക്ഷെ സത്യസന്ധതയും ധാർമ്മികതയുമാണ് നിങ്ങളെ ഒരു കണ്ടുപിടുത്തക്കാരനിൽ നിന്ന് ഒരു യഥാർത്ഥ ചേഞ്ച് മേക്കറാക്കി മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ കോമ്പസ് ഉണ്ട്, ശരിയായ ദിശ കണ്ടെത്താനുള്ള ഉപകരണം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് സൃഷ്ടിക്കാൻ പോകുന്നു? ഈ ലോകത്തിന് ശരിക്കും ആവശ്യമുള്ള, നമുക്കെല്ലാവർക്കും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന എന്തു മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ചിന്തിക്കുക, പ്രവർത്തിക്കുക.